എറണാകുളം മലയിടം തുരുത്തിലെ 8 ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കുന്നതിൽ ഇടപെട്ട് സംസ്ഥാന സർക്കാർ. കുടിയൊഴിപ്പിക്കൽ നാളെ തന്നെ പൂർത്തിയാക്കണം എന്ന പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ അന്ത്യശാസനം നിലനിൽക്കെ പ്രദേശവാസികളുമായി കൂടിക്കാഴ്ച നടത്താൻ മന്ത്രി റോജി എം ജോണിനെ സർക്കാർ ചുമതലപ്പെടുത്തി. ക്രമസമാധാന പ്രശ്നങ്ങളും സാഹചര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തി കൂടുതൽ സമയം ചോദിക്കാനും സർക്കാർ തീരുമാനിക്കുമെന്നാണ് വിവരം. ഉന്നതിയിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഇതിനിടെ മലയിടം തുരുത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി സംസ്ഥാന പിന്നാക്ക ക്ഷേമ മന്ത്രി കെ എ തുളസി രംഗത്തെത്തി. കുടിയൊഴിപ്പിക്കൽ പോലീസ് പ്രകോപനപരമായി ഇടപെട്ടെന്ന് കെ എ തുളസി പറഞ്ഞു. അതേസമയം മലയിടം തുരുത്തിൽ പ്രദേശവാസികളുമായി ചേർന്ന് CPIM സമരം ശക്തമാക്കിയിട്ടുണ്ട്. പൂക്കി മുഖ്യമന്ത്രിയായിട്ട് കാര്യമില്ലെന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ആദ്യം പരിഗണിക്കണമെന്നും മുൻമന്ത്രി ആർ ബിന്ദു പറഞ്ഞു. 100 വർഷത്തിലേറെയായി തങ്ങൾ താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒഴിയില്ല എന്നാണ് ഉന്നതിയിലുള്ളവരുടെ വാദം. ഒഴിപ്പിക്കാൻ അഡ്വക്കേറ്റ് കമ്മീഷനും ചെറുത്തു നിൽക്കാൻ പ്രദേശവാസികളും തീരുമാനിച്ചതോടെ എന്താകും നാളെ മലയിടം തുരുത്തിൽ സംഭവിക്കുക? കാണാം RDX റാപ്പ്. വിമർശനം കനത്തതോടെയാണ് മലയിടം തുരുത്ത് ഒഴിപ്പിക്കൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടത്. പ്രദേശവാസികളുമായി ചർച്ച നടത്താൻ അങ്കമാലി MLA കൂടിയായ മന്ത്രി റോജി എം ജോണിനെ മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. ബുധനാഴ്ച ഉന്നതിയിൽ നടന്ന പോലീസ് നടപടി സംബന്ധിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ഇതിനിടെ മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ പോലീസ് നടപടിക്കെതിരെ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി രംഗത്തെത്തി. പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടികൾ െന്നും മനുഷ്യത്വപരമായി ഇടപെടേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും കെ എ തുളസി പറഞ്ഞു. കുടിയൊഴിപ്പിക്കൽ നടപടിയിൽ സാവകാശം തേടി കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനിടെ പ്രദേശത്ത് സമരം ശക്തമാക്കിയിരിക്കുകയാണ് CPIM. സാധാരണക്കാരുടെ പ്രശ്നത്തിന് ഒന്നാമത് പരിഗണന നൽകണമെന്ന് മുൻ മന്ത്രി ആർ ബിന്ദു ആവശ്യപ്പെട്ടു. അതേസമയം 2 ദിവസത്തിനകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ നിർദ്ദേശം. RDX റാപ്പ് ന്യൂസ് മലയാളം. മലയിടം തുരുത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നടപടികൾ ഉണ്ടായി എന്ന ആരോപണവുമായി മന്ത്രി കെ എ തുളസി രംഗത്തെത്തി. ജനാധിപത്യ സമൂഹത്തിൽ മനുഷ്യത്വപരമായി ഇടപെടേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും തുളസി പറഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ഇടപെടുമ്പോൾ മനുഷ്യത്വപരമായിട്ട് ഇടപെടണം എന്നുള്ളത് നമ്മൾ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അത്തരത്തിലൊരു ജനാധിപത്യ സമൂഹത്തിലല്ലേ എല്ലാവരും ജീവിക്കുന്നത്. പിന്നെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് വളർത്തിയെടുക്കുക. ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നു, അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു ജനാധിപത്യ രഹിതമായിട്ടുള്ള നടപടി, ഈ സർക്കാരിൻ്റെ ഒരു തെറ്റായ നടപടിയാണ് എന്നുള്ള തരത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ അഭിപ്രായം പ്രകടിപ്പിക്കുക. അപ്പം അതൊന്നും തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഒരു വിഷയം ആളിക്കത്തിക്കുന്നതിന് പകരം ആ വിഷയത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ആശ്വാസം പകരുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ലാഭമല്ലല്ലോ പ്രശ്നം. നമുക്ക് വിഷമം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ സർക്കാരിൻ്റെ നയം അതുതന്നെയാണ്. മലയിടം തുരുത്ത് ഒഴിപ്പിക്കലിനെതിരെ CPIM സമരം ശക്തമാക്കിയിട്ടുണ്ട്. സാധാരണക്കാരുടെ പ്രശ്നത്തിനാണ് ആദ്യം പരിഗണന നൽകേണ്ടത് എന്നും ഭരണമോ സർക്കാരോ അല്ല, ജനങ്ങളാണ് പ്രധാന കാര്യമെന്നും മുൻമന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടായിട്ടില്ല എന്ന കാരണത്താലാണ് സുപ്രീം കോടതി വിധി അവർക്ക് എതിരായത്. മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇവർക്കുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കാൻ UDF ഗവൺമെൻറ് തയ്യാറാകണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്. ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഏറെ സമയം കഴിയുമ്പോൾ തന്നെ പോലീസിൻ്റെ സ്വഭാവം മാറി എന്നുള്ളത് വളരെ അത്ഭുതകരമായിരിക്കുന്നു, വിചിത്രമായിരിക്കുന്നു. പ്രതിഷേധാർഹമായിട്ടുള്ള അപലപനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രദേശത്തുണ്ടായത്. അത് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത്ര സുഖകരമായ കാര്യമായില്ല എന്നുള്ള അഭിപ്രായം ആദ്യ ദിവസം ആ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ആ 8 കുടുംബങ്ങൾക്കൊപ്പമാണ് പൊതുജനത്തിൻ്റെ മനസ്സുള്ളത്. അപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഒരുപക്ഷെ യോഗം ആരംഭിച്ചിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ ഹർഷം കാണുന്നത്? സനീഷ്, ഇത് 100 വർഷം ആയി അവിടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ 100 വർഷത്തിലേറെയായി ആ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നമാണ്. അതങ്ങനെ തന്നെ വേണമല്ലോ നമ്മൾ കാണാനായിട്ട്. ഈ കേസ് ആരംഭിച്ചിട്ട് ഏതാണ്ട് 60 വർഷമായി. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ആരംഭിച്ച കേസാണത്. അവിടെ നിന്ന് പിന്നെ സബ് കോടതിയിലെത്തി, പതുക്കെ അങ്ങനെ നീങ്ങി ഹൈക്കോടതിയിലെത്തി, സുപ്രീം കോടതിയിലെത്തി. ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഇതിൻ്റെ വിധി വരുന്നത് തന്നെ 2022 അതിന് ശേഷമാണ് ഈ പ്രശ്നം.
പലപ്പോഴും ഇപ്പോൾ കണ്ടു കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് പരിഹരിക്കാത്ത കേസാണോ എന്നൊക്കെയുള്ള ചർച്ചകൾ കണ്ടു. യഥാർത്ഥത്തിൽ 2022 ശേഷമാണ് ഈ ഒരു സുപ്രീം കോടതിയുടെ വിധിയിന്മേലുള്ള നടപടിക്കായുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലയളവിനുള്ളിൽ 14 തവണ അഭിഭാഷക കമ്മീഷൻ അവിടെ വന്ന് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അത് ഓരോ ഘട്ടത്തിലും അവിടെ നാട്ടുകാരും അവിടുത്തെ മുൻ MLA ആയിരുന്ന ശ്രീനിജൻ അടക്കമുള്ളവരും കൂടി ഇടപെട്ട് തടയുകയായിരുന്നു. ഈ തടയുന്നത് ആരാണ്? ഇവർ ഈ 8 കുടുംബക്കാർ മാത്രമല്ല തടയുന്നത്, അത് അവിടുത്തെ നാട്ടുകാരുടെ ഒരു പൊതുവായ ആവശ്യം എന്ന നിലയ്ക്ക് വരികയും ചെയ്തു. എന്തുകൊണ്ടാണ്? ഈ കഴിഞ്ഞ കാലം അത്രയുമായി 3-4 തലമുറയായി ഇവരവിടെ ജീവിച്ചു വരുന്നതാണെന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കേസ് ആരംഭിക്കുന്നത്, ഈ 60കളിൽ കേസ് ആരംഭിക്കുന്നത് കണ്ണോത്ത് ശങ്കരൻ നായരും കേളു കുറുമ്പനും തമ്മിലാണ്. അതായത് കേളു കുറുമ്പനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമൊക്കെയായി ഇങ്ങനെ അവിടെ താമസിച്ചു വരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ എന്നുള്ളതാണ് ഈ കണ്ണോത്ത് ശങ്കരൻ നായരുടെ വാദം. അങ്ങനെ ആ കേസ് അവിടെ ആരംഭിക്കുകയാണ്. പിന്നീട് അതിനിടയ്ക്ക് കേളു കുറുമ്പം പോയി, മകൻ ചോദ്യമായി, പിന്നെ കേസ് പ്രതിസ്ഥാനത്ത് വരുന്നത് അവിടെ ഈ കേസുമായി പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അദ്ദേഹമാണ്. ഇങ്ങനെ അവിടെ താമസിക്കുന്ന പിന്നെ 3-ാം തലമുറയിലേക്ക് എത്തി. ഈ അവിടെ താമസിക്കുന്ന ആളുകളാണ് കേസ് നടത്തിപ്പിൻ്റെ തന്നെ 3-ാം തലമുറയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ഈ കേസിൻ്റെ ഒരു സ്വഭാവം. അവിടെയുള്ളത് ഈ ഏതാണ്ട് വിശാലമായത് ഒരു ഗ്രാമപ്രദേശമാണിത്. മലയാളത്തൂരത്തിലെ തന്നെ ഒരു കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്നുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ ഈ 19 ഏക്കറോളം വരുന്നത് പുറമ്പോക്ക് ഭൂമിയാണെന്ന് ഇവർ വാദിക്കുന്നു. ഈ പറയുന്ന 8 ദളിത് കുടുംബങ്ങൾ വാദിക്കുന്നത് ഇത് പുറമ്പോക്ക് ഭൂമിയാണ് എന്നാണ്. അതേസമയം വാദികൾ പറയുന്നത് അങ്ങനെയല്ല എന്നും. ഈ കേസുമായി മുകളിലേക്ക് പോകാൻ തക്കവണ്ണമുള്ള പ്രാപ്തി, അല്ലെങ്കിൽ ശക്തമായി ഇത് വാദിച്ച് ജയിക്കാൻ തക്കവണ്ണം അഭിഭാഷകരെ നിയമിക്കാനൊക്കെയുള്ള പ്രാപ്തി ഇവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി ഒരു പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടുകൂടിയാണ് ഈ വിധി ഇങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ ശ്രീനിജൻ അടക്കമുള്ള ആളുകളുടെ വാദം, ഈ കുടുംബാംഗങ്ങളുടെയും വാദം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം, ആ പ്രദേശത്ത് എത്രയോ കാലങ്ങളായി ജീവിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ്. അവരെ പെട്ടെന്ന് 2022 ശേഷം അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ നടക്കുന്ന ഒരു ശ്രമമാണ്. അതിന് അവർക്ക് പകരം ഭൂമി കൊടുത്തത് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം അല്ല ഇതുവരെ തൽക്കാലമെങ്കിലും. കാരണം അവരുടെ പ്രശ്നം എന്താണ്? മുത്തച്ഛൻ തന്ന ഭൂമിയാണിത് ഞങ്ങൾക്ക്, അങ്ങനെ പാരമ്പര്യമായി ഞങ്ങൾ ജീവിച്ചു പോരുന്ന ഒരു സ്ഥലമാണിത്. ഇത് എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ കേരളം പോലെ ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഭൂപരിഷ്കരണ നിയമമൊക്കെ നടപ്പാക്കിയ ഒരു സ്ഥലത്ത്, അത് ഈ കേസുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ അതങ്ങനെ എത്രത്തോളം പറഞ്ഞു പോകാൻ കഴിയുമെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നടപ്പാക്കിയ ഒരു സ്ഥലത്ത് ഇത്രയും പുരോഗമനപരമായി കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു പ്രദേശത്തൊക്കെ നമ്മളതിനെ കുറഞ്ഞപക്ഷം ഈ വാദിയുടേതായ ന്യായങ്ങൾ കാണും. പക്ഷേ സർക്കാർ അവധാനതയോടെ വേണം, അല്ലെങ്കിൽ ഈ സിസ്റ്റം അവധാനതയോടെ വേണം ഇത്തരം ഒരു വിഷയത്തെ സമീപിക്കാൻ. കഴിഞ്ഞ 14 തവണയും നമ്മൾ കണ്ടത് എന്താണ്? അവിടെ അതിനെ പ്രതിരോധിക്കുന്നത്, ഈ 2022 ശേഷം ഇതൊരു പ്രശ്നമായതിനു ശേഷം നമ്മൾ കാണുന്നത് അതിനെ അവിടുത്തെ ജനപ്രതിനിധിയുടെ അടക്കം നേതൃത്വത്തിൽ ജനങ്ങൾ ഇറങ്ങി പ്രതിരോധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ തുളസി ടീച്ചർ ഇന്നിപ്പം മിനിസ്റ്റർ പറഞ്ഞത് പൂർണ്ണമായും നമുക്ക് യോജിക്കാവുന്ന കുറേ കാര്യങ്ങളാണ്. എന്താണ്? ഇങ്ങനെയല്ല ഇത്തരമൊരു വിഷയത്തിൽ പെരുമാറേണ്ടത്. പോലീസിന് ഒരു പക്വമായ പെരുമാറ്റം പോലീസ് നടത്തിയില്ല എന്നുള്ള വാദം ആ നിലയ്ക്ക് തന്നെ അംഗീകരിക്കണം. പക്ഷേ അതേസമയം ഇപ്പോൾ അവിടെ ഈ സർക്കാരിൻ്റെ ഒരു നടപടിയാണ് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നതിനെ ചെറുക്കുകയും വേണം എന്നുള്ളത് പറയുന്നുണ്ട് തുളസി ടീച്ചർ. പക്ഷേ അതിനകത്തുള്ള പ്രശ്നം എന്താണെന്നറിയോ സനീഷേ? വേറെ ആരും ഈ കാര്യത്തിൽ ഇത് ഈ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിന് പ്രകാരമുള്ള നടപടിയായി കണക്കാക്കുന്നില്ലെങ്കിലും പോലീസിൻ്റെ നടപടി കണ്ടാൽ നമ്മളെന്താ മനസ്സിലാക്കുക? ഒരു ഭരണമാറ്റത്തോടെ പോലീസിൻ്റെ സ്വഭാവം മാറിയോ? കാരണം കഴിഞ്ഞ 14 തവണ പോലീസ് ഇത്തരം അക്രമത്തിന് അവിടെ നിന്നിട്ടില്ല. സാധാരണ കൊച്ചുകുട്ടികൾ അടക്കം ഉൾപ്പെടുന്ന ഒരു ജനക്കൂട്ടത്തിനിടയിലേക്ക് ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കർശനമായ നിലപാടും നടപടിയും സ്വീകരിക്കേണ്ട വിഷയമാണത്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും വളരെ കാര്യക്ഷമമായി തന്നെ സർക്കാർ ഇടപെട്ടു എന്നുള്ള പ്രതീതി ഈ ഘട്ടം വരെ നമുക്കുണ്ട്. കാരണം അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി ആഭ്യന്തരമന്ത്രി ഇടപെട്ടു, ആ പോലീസ് നടപടി ആ നിലയ്ക്ക് നിർത്തിവെച്ചു. ഇപ്പോൾ മന്ത്രി റോജി എം ജോണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ചർച്ചകൾ നടത്തുന്നു. ഈ വിഷയത്തിൽ
ഇപ്പോൾ തുളസി ടീച്ചറെ പോലെ ഒരു മന്ത്രി പ്രതികരിക്കുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം. അതുകൊണ്ട് ഈ സർക്കാർ വളരെ പ്രൊആക്റ്റീവായി തന്നെ ഈ സംഭവത്തിന് ശേഷം ഇടപെട്ടു. പക്ഷേ പോലീസ് അവിടെ സ്വീകരിച്ച നടപടി എന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കത്തക്കതല്ല. കാരണം ആ ബലപ്രയോഗത്തിന് അവർ തയ്യാറാകുന്നുണ്ട്, ഇതുപോലെ ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കി തന്നെ വേണമല്ലോ. അല്ലാതെ ഈ ഇരുമ്പുലൊക്കെ വഴങ്ങിയ പോലെ ഈ കാര്യം അങ്ങ് നടപ്പാക്കിക്കൊള്ളണം എന്നുള്ള ഒരു തീരുമാനം കേരളം പോലൊരു സംസ്ഥാനത്ത് നടപ്പാക്കാൻ പാടുണ്ടോ? കാരണം ഇവിടെ എത്രയോ കോടതി വിധികൾ ആ മട്ടിൽ നടപ്പാക്കപ്പെടാതെ പോയ ഒരു സംസ്ഥാനമാണ്. ജനകീയ പ്രതിരോധം അതിനെതിരെ ഉണ്ടായ സംസ്ഥാനമാണ്. പിന്നീട് അതിൽ പുനരാലോചനയ്ക്ക് കോടതികൾ പോലും തയ്യാറാകുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇങ്ങനെയല്ല പോലീസ് ഈ കാര്യത്തിൽ ഇടപെടേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ അഭിഭാഷക കമ്മീഷനെതിരെ ആരോപണം ഉയരുന്നുണ്ട്. ഈ അഭിഭാഷകന് ഈ കുടുംബവുമായി ബന്ധമുണ്ട്, അതായത് ഈ വാദികളുടെ കുടുംബവുമായി ബന്ധമുള്ളയാളാണ് എന്നുള്ള ആരോപണം അവർ ഉയർത്തുന്നുണ്ട്. അത് ശരിയാണോ എന്ന് അന്വേഷിക്കണം. നമ്മളത് ആരോപിക്കുന്നില്ല കേട്ടോ. അത് ശരിയാണോ എന്ന് അവരന്വേഷിക്കേണ്ടതാണ്. അത് അത്തരമൊരു ആരോപണമുണ്ടെങ്കിൽ കോടതി ആ കാര്യത്തിലൊരു സമീപനം എന്താണ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തായാലും ഈ 100 വർഷം ആയി ആളുകൾ ജീവിക്കുന്ന 60 വർഷമായി നടക്കുന്ന ഒരു കേസിൻ്റെ പരിസമാപ്തി ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെയായി കൂടാ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതങ്ങനെ അങ്ങനെ ആവില്ല, അങ്ങനെ ആയിരിക്കില്ല. സർക്കാർ ഇതിനോട് സമീപനം സ്വീകരിക്കുക എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. അല്ല, എനിക്കും ആ ശുഭാപ്തി വിശ്വാസം ഉള്ളത്. എന്ന് മാത്രമല്ല, ഈ 10-60 കൊല്ലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഈ പ്രശ്നം ഈ കാലത്ത് അത് പരിഹരിക്കപ്പെട്ടുകൊള്ളും എന്നൊരു ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ 2-3 ദിവസങ്ങളിലെ സംഭവങ്ങളുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒന്ന്, ഇത് ഇരു കക്ഷികളും ഇപ്പോൾ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള കഴിഞ്ഞ ഭരണകക്ഷികളാണെങ്കിലും സമരത്തിലാണ്. ഇപ്പോൾ വളരെ നല്ല നിലക്കുള്ള പ്രതികരണങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പ്രത്യേകിച്ചും ഹർഷൻ തന്നെ പറഞ്ഞതുപോലെ ഈ കെ എ തുളസി ടീച്ചറുടെ മന്ത്രിയുടെ പ്രതികരണം വളരെ ഗൗരവത്തോടെയും പക്വതയുള്ളതാർന്നതുമായിട്ട് മാറി. അവർ അങ്ങനെ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടാണല്ലോ സ്വീകരിക്കേണ്ടത് പോലീസ് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നു വളരെ വളരെ ദീർഘമായിട്ടുള്ള പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് തുളസി ടീച്ചർ. അതുകൊണ്ട് ആ മന്ത്രിസ്ഥാനത്ത് പ്രത്യേകിച്ചും ഈ വളരെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രശ്നങ്ങളെല്ലാം നേർക്കുനേരെ അറിയാവുന്ന ഒരു വനിതാ മന്ത്രി എന്ന നിലക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഇതിൽ വളരെ കാര്യക്ഷമമായിട്ട് ഒരു പരിഹാരം ഉണ്ടാകാൻ കാരണമാകും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇതിനകത്ത് ആളുകൾ ഇത് കാണുമ്പോൾ പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം കാണുമ്പോൾ ഈ ചർച്ച ഇങ്ങനെ പോകുമ്പോൾ പ്രാഥമികമായിട്ടുള്ള ആളുകളുടെ പലരുടെയും ചിലരുടെയെങ്കിലും പ്രതികരണം ഈ 10-60 കൊല്ലമായിട്ട് ഈ 8 കുടുംബക്കാരല്ലേ, അവർക്ക് ആ സ്ഥലം അങ്ങ് മാറിപ്പോയാൽ പോരെ എന്ന് ചോദിക്കും. അത് ആളുകൾക്ക് അവരവർ ജീവിക്കുന്ന മണ്ണിനോടുള്ള വൈകാരിക ബന്ധം എത്രത്തോളം പ്രധാനമാണ് അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിനെന്ന് സ്വന്തം കാര്യത്തോട് ചേർത്ത് മനസ്സിലാക്കുകയും ആലോചിക്കുകയും ചെയ്യാത്ത ആളുകളാണ് അങ്ങനെ പറയുക. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ആൾ അവരവരുടെ തന്നെ സ്വന്തം സ്ഥലത്ത് നിന്ന് 1-2 തലമുറയായിട്ട് നിൽക്കുന്ന സ്വന്തം വീട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒറ്റ തവണയായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന ഭൂമിയിൽ നിന്ന് വീടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ മനസ്സിലാകും അത് എത്രമാത്രം പ്രയാസകരമാണ് എന്ന്. അതായത് തങ്ങളുടേതാണ് എന്ന് തലമുറകളായിട്ട് അറിയാവുന്ന അപ്പനപ്പൂപ്പന്മാർ ജീവിച്ച ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അമ്മമാർ ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറിപ്പോകണം എന്ന് വന്നിട്ടാണ് ഈ കേസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ 8 കുടുംബക്കാരല്ലേ, അവരെ കൊണ്ട് മാറിക്കൊടുത്ത ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലേ എന്ന സമീപനമുള്ള ആളുകൾ തിരുത്തണം, നിശ്ചയമായിട്ടും തിരുത്തണം. പിന്നെ ഇതിനകത്ത് പോസിറ്റീവായിട്ടൊരു കാര്യം, നമ്മുടെ നാട്ടിലെ ഈ പറയുമ്പോൾ 8 കുടുംബം മാത്രമേ ഉള്ളൂ, അവിടെ 8 കുടുംബത്തിൻ്റെ മാത്രം പ്രശ്നമാണ്, അങ്ങനെയും കാണാം. പക്ഷേ 2 കക്ഷികളും, നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും, അത് വളരെ ഗൗരവതരമായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ഇടതുപക്ഷം ഇപ്പോൾ സമരത്തിലാണ്, സർക്കാർ അതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് പോകുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന്, ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ ഗൗരവതരമായിട്ടുള്ള റിപ്പോർട്ട് തേടി അദ്ദേഹം ഉടനടി തന്നെ, അധികം വൈകിയില്ല, അവരുടെ സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം വകുപ്പെല്ലാം നിശ്ചയിച്ച് വരുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇടപെടേണ്ടി വന്ന ഒരു ഇഷ്യൂ ഇതാണ്. ദൃശ്യങ്ങൾ കണ്ടതും അതിനകത്ത് ഗൗരവതരമായിട്ടുള്ള ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി. റോജി എം ജോൺ ഇന്ന് അവരുമായിട്ട് ചർച്ച നടത്തുകയാണ്. കെ എ തുളസിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രസ്താവന വന്നു. അപ്പോൾ ഈ വലിയ ഭൂരിപക്ഷവുമായിട്ട് മുന്നോട്ട് വന്ന് ഈ പൊതുജനമാകപ്പാടെയും തങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാവുന്ന പ്രവൃത്തികളാണ് ഈ 3 മന്ത്രിമാരുടെയും വകുപ്പിൻ്റെയും സർക്കാരിൻ്റെ ആകെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതൊരു തെളിവും, ഒരു മുന്നോട്ട് പോകുമ്പോൾ ഇതൊരു തെളിവും പ്രധാനപ്പെട്ടൊരു മൈൽ സ്റ്റോണും ഒക്കെ ആയി മാറേണ്ടതുണ്ട്. കാരണം ഞങ്ങളുടെ സർക്കാർ വന്നിട്ട് 8 കുടുംബങ്ങളുടെ ഒരു പ്രശ്നം, അതും 6 പതിറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഒരു പ്രശ്നത്തെ ഞങ്ങൾ പരിഹരിച്ചു എന്ന ഒരു എന്താ പറയുക, ഒരു അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറ്റണം. അത് അവർക്ക് സ്ഥിരമായിട്ട് അവിടെ താമസിക്കാവുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുള്ളായിട്ടുള്ള സെറ്റിൽമെൻറ്റ് ഈ തവണയെങ്കിലും അവിടെ ഉണ്ടാകണം. അതിനെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. ഇപ്പോൾ കോടതിയിൽ ഇത്രമാത്രം കാലം നീളണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു ആ മട്ടിലുള്ള ഒരു ലീഗൽ
കോംപ്ലിക്കേഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ അതിനകത്ത് എന്താണ് ചെയ്യാനാവുക എന്ന് അതിനുവേണ്ടി മാത്രമായിട്ട് ആളുകളെ നിയോഗിച്ച് അതേക്കുറിച്ച് കോടതിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും ആളുകളോട് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമാണെങ്കിൽ അങ്ങനെയും പരിഹരിച്ചിട്ട് എന്നേക്കുമായിട്ട് ആ പ്രശ്നം പരിഹരിച്ചാൽ ഈ സർക്കാരിൻ്റെ, പറയുമ്പോൾ 8 കുടുംബത്തിൻ്റെ പ്രശ്നമാണ്, പക്ഷേ ഈ സർക്കാരിൻ്റെ ഒരു എന്താണ് അവരുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടത് മാറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഈ കുടുംബങ്ങളുടെ മാത്രം കാര്യമല്ല. ഇങ്ങനൊരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായാൽ ഈ രാഷ്ട്രീയ കക്ഷികളും സർക്കാരും ഒക്കെ എങ്ങനെ ഇടപെട്ട് എങ്ങനെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കും എന്നതിൻ്റെ ഒരു തെളിവായിട്ട് ഇത് അവിടെ നിൽക്കട്ടെ എന്നാണ് പ്രതീക്ഷ എനിക്ക്. അതിപ്പോൾ അവിടെ യോഗം നടക്കുന്നുണ്ട്, എന്താണ് നടക്കുക എന്ന് നമുക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ 14 തവണ 2022 ശേഷം 23 മുതലാണ് അതിൻ്റെ നടപടികൾക്ക് ഉള്ള ശ്രമം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ഈ 3 വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ 2.5 വർഷത്തിനിടയ്ക്ക് 14 തവണ ഈ ശ്രമം നടക്കുമ്പോഴും അവിടെ നാട്ടുകാർ ഇടപെട്ട് തടയുന്നുണ്ട്. അവിടുത്തെ MLA ആയിരുന്ന ശ്രീനിജൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ആ ഒരു ഇടപെടൽ അവിടെ ഉണ്ടാകുന്നത്. ഇത്തവണയും ഈ നടപടി ഉണ്ടായതിന് ശേഷം അദ്ദേഹം അടക്കമുള്ളവരവിടെ സജീവമായി രംഗത്തുണ്ട്. അങ്ങനെയൊക്കെ നടക്കുകയാണ്. അതാണ്, അതായത് നാട്ടുകാരുടെ അടക്കം പിന്തുണയോടെ നടക്കുന്ന ഒരു സമരം അവിടെ ഉണ്ട്. ആ സമയത്താണ് ഈ നടപടിയിലേക്ക് കിടക്കുന്നത്. സർക്കാർ മാറിയ ഉടനെയാണ് നടപടിയിലേക്ക് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഒരു സമീപനം എന്താണ് ഈ വിഷയത്തിൽ? വളരെ ഈ പ്രശ്നം പരിഹരിക്കണം എന്ന മട്ടിൽ തന്നെയുള്ള ഒരു സമീപനമാണ്. അല്ലെങ്കിൽ ആ ദളിത് കുടുംബങ്ങൾക്ക് പ്രശ്നമുണ്ടാവരുത് എന്ന സമീപനം തന്നെയാണ് സർക്കാരിൻ്റെ നിന്നിപ്പോൾ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ കണ്ടല്ലോ. പക്ഷേ ഞാൻ നേരത്തെ ആരോപിച്ച പ്രശ്നം അവിടെ നിൽക്കുന്നത്, പോലീസ് വിചാരിക്കുന്നത് ഓക്കെ കഴിഞ്ഞ 14 തവണ വന്നപ്പോൾ തടഞ്ഞതാണ്, ഇപ്പോൾ എന്തായാലും ഭരണം മാറിയിട്ടുണ്ടല്ലോ, ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ MLAയുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത്, ഇപ്പോൾ അത് സാഹചര്യം മാറിയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അടിച്ചു നിരത്തിയേക്കാം. ഇത് പോലീസിനുണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഒരു ചിന്ത. കാരണം സർക്കാരിൻ്റെ സമീപനം എന്താണെന്ന് പോലും അവർക്ക് അറിയില്ല ഈ വിഷയത്തിൽ. പക്ഷേ അതിന് മുമ്പ് ആ ചിന്തയിലേക്ക് വരിക. ഇനി അവിടെ ചില നേതാക്കന്മാരെ കണ്ടു നമ്മൾ. ഈ നേതാക്കന്മാരുടെ പ്രശ്നം എന്താണ്? ഇത് ഒരു മുൻ MLAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമരമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതങ്ങ് കൈകാര്യം ചെയ്ത് കളയണം. അതായത് കോടതി വിധി പിന്നെ നടപ്പാക്കണ്ടേ എന്നാണ് മാധ്യമങ്ങളോട് അവിടുത്തെ ചില പ്രാദേശിക നേതാക്കന്മാർ, ചില രാഷ്ട്രീയ പാർട്ടികളിൽ പെടുന്ന പ്രാദേശിക നേതാക്കന്മാർ പ്രതികരിച്ചത്. അപ്പോൾ ആ സമീപനം, അതായത് വെറും രാഷ്ട്രീയ വിദ്വേഷത്തോടെയും അല്ലെങ്കിൽ ഇതെന്തോ കോടതി വിധി അടിയന്തരമായി നടപ്പാക്കേണ്ടതുണ്ട് എന്ന ഒരു സമീപനത്തോടെയും ഈ വിഷയത്തെ കാണുന്നത് ശരിയല്ല. ആ സർക്കാർ എന്തായാലും അങ്ങനെയല്ല കാണുന്നത്. അത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഹർഷ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിടിപാടില്ലാത്ത പോലീസ് എന്നത് പൊതുജനങ്ങൾക്ക് അങ്ങേയറ്റം ഹിംസാത്മകമായിട്ട് അനുഭവപ്പെടുന്ന ഒരു ഡാർക്ക് ഫോഴ്സായിരിക്കും എന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിട്ട് നമ്മളിതിനെ കാണണം. അതായത് ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വരുന്നതിന് ഇടയിൽ കിട്ടിയൊരു ചെറിയ സമയത്തെ പോലും അവരെങ്ങനെയാണ് അധികാരം പൊതുജനങ്ങൾക്ക് മേൽ ഉപയോഗിച്ചത് എന്നുള്ള തെളിവായിട്ട് കൂടെ ഈ പുതിയ സർക്കാർ കാണണം. കാരണം തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള നല്ല പിടുത്തം പോലീസ് ഫോഴ്സിന് മുകളിലില്ലെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്തു കളയും എന്ന് അവർ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു സമയം കൂടിയാണിത്. ഏതായാലും 10 പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ തോറ്റുപോയ മനുഷ്യരാണ് മലയിടം തുരുത്തിലുള്ളത്. പ്രായമായവരും കുട്ടികളും അടങ്ങുന്ന ആ മനുഷ്യരെ കുടിയിറക്കി വിടുക എന്നത് ഒരു തരത്തിലും നീതീകരിക്കാനാകാത്ത കാര്യമാണ്. അവർ പ്രക്ഷോഭകാരികളെപ്പോലെ കയറിക്കിടക്കാനുള്ള കൂരയ്ക്ക് വേണ്ടിയാണ്. ആ മനുഷ്യരുടെ നിസ്സഹായതയിൽ സാങ്കേതികത്വത്തിനല്ല മറിച്ച് മനുഷ്യത്വത്തിനാണ് വില നൽകേണ്ടത് എന്ന് RDX ഓർമ്മിപ്പിക്കുകയാണ്. അക്കാര്യം തന്നെ മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് അതിക്രമത്തിനെതിരെ വലിയ തരത്തിലുള്ള ജനരോഷമാണ് ഉയർന്നത്. കഴിഞ്ഞ 14 തവണയും ഉണ്ടായിട്ടില്ലാത്ത പോലീസ് അതിക്രമം എന്തുകൊണ്ടുണ്ടായി എന്ന രാഷ്ട്രീയ ചോദ്യവും കേരളം ചോദിച്ചു കഴിഞ്ഞു. ഇത്തവണ ഈ മനുഷ്യരെ കുടിയിറക്കിയിട്ടേ മടങ്ങൂ എന്ന ഭരണകൂട വാശി, പോലീസിൻ്റെ വാശി. പക്ഷേ കുടിയിറക്കപ്പെടുന്ന മനുഷ്യർ എവിടേക്ക് പോകണമെന്ന് മാത്രം പറഞ്ഞില്ല. എങ്കിലും പ്രതിഷേധങ്ങൾക്കൊടുവിൽ പുതിയ സർക്കാർ ഈ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ ഇടപെട്ടു എന്നത് ശുഭകരമായ കാര്യമാണ്. എല്ലാ സാങ്കേതികത്വങ്ങളും മറികടന്ന് മലയിടം തുരുത്തിലെ മനുഷ്യർക്ക് നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.